ഹലോ, ഞാൻ മേഴ്സി. എവർഗ്രീൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കൊഞ്ച് ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ കൊഞ്ച് റെസിപ്പീസ് കുറച്ച് എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും ഇത് കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. കുറച്ച് കൊഞ്ചെടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് നമുക്ക് കുറച്ച് അരപ്പ് കുഴച്ച് വയ്ക്കണം. അതിനകത്ത് കുറച്ച് സമയം ഒരു അരമണിക്കൂർ വെച്ചേക്കണം. അതിൽ ഒരു ടേബിൾ സ്പൂണിനകത്ത് കാശ്മീരി ചില്ലി, അതുപോലെ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഉലുവയില, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ വെച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇതിലിടുകയാണ്. ഇത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1 ടീസ്പൂൺ വീതമാണ് ഇടുന്നത്. കുറച്ച് ലെമൺ ജ്യൂസ്. ഇനി അരമണിക്കൂർ വെച്ചതിന് ശേഷം ചേരുവയുണ്ട്. കോൺഫ്ലവർ ചേർക്കണം. അതിപ്പോൾ ചേർത്ത് വയ്ക്കേണ്ട, ആ ടൈമാകുമ്പോൾ ചേർത്താൽ. ഇതെല്ലാം നമുക്കൊന്ന് കുഴച്ച് വയ്ക്കാം. ഇതിൻ്റെ അറ്റത്ത് ഒരു മുള്ള് ഇരിപ്പുണ്ട് നടുക്ക്. അത് കളഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ അത് കയ്യിൽ കൊള്ളും. ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയാണ് അരമണിക്കൂർ വെച്ചിട്ട്. ടീസ്പൂൺ വെച്ച് ഓയിസ്റ്റർ സോസും സോയ സോസുമാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് പ്രോൺസ് ഉള്ളതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ട് കോൺഫ്ലവറാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ ഇട്ടത് ഫുള്ള് നമ്മൾ മാറ്റിയിട്ടെടുക്കണം. ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കണം. ഇതൊന്ന് കുഴച്ചിട്ട് ഇത് നമുക്ക് ഒരുപാട് സമയം വയ്ക്കാൻ വേണ്ട. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിപ്പം ഇങ്ങനെ വളഞ്ഞല്ലേ ഇരിക്കുന്നത്, അതൊന്ന് സ്റ്റഡി ആയിട്ട് വരാൻ വേണ്ടി ടൂത്ത് പിക്ക് ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി ഫ്രൈ ചെയ്തതിന് ശേഷം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് കോക്കനട്ട് ഓയിലാണ് ഇടുന്നത്. എല്ലാവരും ചെയ്ത് നോക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് തിരിച്ചില്ല. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് മറിച്ചിട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തിങ്ങനെ കരിയും. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. കോൺഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഇടുമ്പോൾ അതെല്ലാം കൂടെ കോട്ടിങ് ചെയ്യും. അല്ല, നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കിട്ടത്തില്ല. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ജോലിയും കൂടെ ഉണ്ട്. കുറച്ച് മുളകിട്ട് വറക്കണം. നമുക്ക് സവാള, ഒന്ന് വഴണ്ട് വരണം. ഒരുപാട് ഫ്രൈ ആയിട്ട് എടുക്കുന്നത്. വെന്ത് വെച്ചത് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ്. മുളക് ചതച്ചത് 1/2 ടീസ്പൂൺ. ഇനി നമുക്കിനി കുറച്ച് ഇട്ടിട്ട് ഇത് കുറച്ച് ടൊമാറ്റോ സോസാണ്. ഇനി നമുക്ക് ഈ ഫ്രൈ ഉപയോഗിക്കണം. ഇത് ഞാൻ ഫ്രൈ തട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഞാനിത് സെർവിങ് ഡിഷിലേക്ക് ഇട്ട് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാനും മറക്കാതെ. അപ്പോൾ വീണ്ടും പറയുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്ക് പേജിലേക്ക് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ ഹൈപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അടുത്തൊരു നല്ലൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.